കഴിഞ്ഞൊരു ദിവസം ഞാനൊരു പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായി. അത് നമ്മുടെ ആദരണീയനായ ഉപരാഷ്ട്രപതി, ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് പങ്കെടുത്ത പരിപാടിയായിരുന്നു. അദ്ദേഹം ആ പരിപാടിയിൽ പ്രസംഗിക്കുമ്പോൾ ഒരു കാര്യം പറയുകയുണ്ടായി. അത് നമ്മുടെ ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ദേവാലയം, ക്രിസ്ത്യൻ ദേവാലയം സന്ദർശിക്കാൻ പോയി. ക്രിസ്മസിൻ്റെ ഘട്ടം. അദ്ദേഹം വൈസ് പ്രസിഡന്റ് പറയാണ്, അദ്ദേഹം ഷൂ അഴിച്ചു വെച്ചാണ് വലിയ ആദരവോടുകൂടി അങ്ങോട്ട് കടന്നത്. മാത്രമല്ല, ബൈബിൾ അവിടുത്തെ പുരോഹിതർ നൽകുമ്പോൾ ഷൂ ഇല്ലാതെയാണ് അദ്ദേഹം അത് സ്വീകരിച്ചത്. ഇത് ക്രൈസ്തവ വിഭാഗത്തോട് കാണിക്കുന്ന ആദരവിൻ്റെ ഭാഗമാണ്. ഞാനപ്പോൾ ദീപിക എന്ന പത്രം അതിൻ്റെ തൊട്ട് മുൻപത്തെ ദിവസം എഴുതിയ ഒരു മുഖപ്രസംഗത്തെക്കുറിച്ചാണ് ആലോചിച്ചത്. ദീപിക ക്രൈസ്തവ വിഭാഗത്തിൻ്റെ ഒരു മുഖപത്രമാണെന്ന് എല്ലാവർക്കും അറിയാലോ. കേരളത്തിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ആ പത്രം വടക്കേ ഇന്ത്യയിൽ നടക്കുന്ന സംഭവങ്ങൾ ഉദാഹരിച്ചുകൊണ്ടാണ് എഴുതിയത്. അവിടെ പലതരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നു. ദേവാലയങ്ങളിൽ കയറി ആക്രമിക്കുന്നു, പുരോഹിതന്മാർ ആക്രമിക്കപ്പെടുന്നു, കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നു, പലരും കള്ളക്കേസിൽ പെടുന്നു. ഇതെല്ലാം ചെയ്യുന്നവർ ഇവിടെ ക്രിസ്മസിൻ്റെ ഘട്ടത്തിൽ കേക്ക് കൊണ്ടുവന്നാൽ അത് മറ്റുള്ളതിനൊന്നും പരിഹാരമല്ല എന്ന് തുറന്നു പറയുന്നിടത്താണ് അവരെത്തിയത്. നമ്മുടെ രാജ്യത്ത് ഇത് രണ്ടും നടക്കുകയാണ്. കേരളത്തിന് പുറത്ത് നടക്കാൻ പാടില്ലാത്ത പലതും നടക്കുന്നതായി നാം കാണുന്നു. കേരളത്തിൽ ക്രിസ്മസിൻ്റെ ഘട്ടത്തിൽ യഥാർത്ഥ രീതിയിൽ കേക്കുമായി നല്ല സൗഹൃദം പങ്കിടാൻ ആളുകൾ ചെല്ലുന്നു. അവിടെ ആക്രമണം നടത്തുന്നവരും അവരുടെ അതേ ഗണത്തിൽപ്പെട്ടവർ ഇവിടെ കേക്കും കൊണ്ട് ചെല്ലുന്നതും എന്താണ് രണ്ട് സമീപനം സ്വീകരിക്കാൻ കാരണമാകുന്നത്? കേരളത്തിലെ സമൂഹത്തിൻ്റെ മതനിരപേക്ഷതാബോധം, കേരളത്തിലെ സമൂഹത്തിനുള്ള മതനിരപേക്ഷതാ കരുത്ത് ഇവിടെ മറ്റ് രീതിയിൽ നടപടികൾ സ്വീകരിച്ചാൽ സമൂഹം അത് അംഗീകരിക്കില്ല എന്നവർക്കറിയാം. മാത്രമല്ല, രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ വർഗീയതയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ കഠിനമായ ആക്രമണങ്ങൾ ഉണ്ടായാലും സർക്കാർ ഏജൻസികൾ മൗനം പാലിക്കുകയാണ്. ഒരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. അവിടെയാണ് കേരളം വേറിട്ട് നിൽക്കുന്നത്. വർഗീയതയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണെങ്കിലോ, അത്തരം പ്രശ്നമാണെങ്കിൽ കർക്കശമായ നടപടിയായിരിക്കും, ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നടപടിയായിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ വർഗീയ സംഘർഷങ്ങളില്ലാത്തത്. അതുകൊണ്ടാണ് മറ്റ് പലയിടത്തുമില്ലാത്ത സമാധാനം, ശാന്തി ഈ കേരളത്തിൽ നിലനിൽക്കുന്നത്.